വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 26 75 മുതൽ 82 വരെയുള്ള സൂക്തങ്ങൾ. നിങ്ങളും നിങ്ങളുടെ പൂർവ്വ പിതാക്കളും ആരാധിച്ചു വരുന്ന ഈ ആരാധ്യ വസ്തുക്കളെക്കുറിച്ച് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇബ്രാഹിം തൻ്റെ സമൂഹത്തോട് ചോദിക്കുകയാണ്. അദ്ദേഹം തുടർന്ന് പറയുന്നു, അവരൊക്കെയും എൻ്റെ ശത്രുക്കളാണ്. അതായത് ആ ദൈവങ്ങളൊക്കെ എൻ്റെ ശത്രുക്കളാണ്, ലോകരക്ഷിതാവായ ആ സാക്ഷാൽ ദൈവം ഒഴികെ. അവനാണ് എന്നെ സൃഷ്ടിക്കുകയും എനിക്ക് നേരായ മാർഗം കാണിക്കുകയും ചെയ്തവൻ. എനിക്ക് അന്നം നൽകുന്നതും കുടിവെള്ളം നൽകുന്നവനും അവൻ മാത്രമാണ്. ഞാൻ രോഗിയായാൽ എനിക്ക് രോഗശമനം നൽകുന്നതും അവൻ തന്നെ. അവനാണ് എന്നെ മരിപ്പിക്കുകയും പിന്നീട് വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ. പ്രതിഫല നാളിൽ, അതായത് പരലോകത്ത്, എൻ്റെ പാപകർമ്മങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇബ്രാഹിം നബി, അതായത് എബ്രഹാം പ്രവാചകൻ, താൻ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ ലോകരക്ഷിതാവായ ആ ദൈവത്തിൻ്റെ ചില സവിശേഷതകളിലേക്ക് തൻ്റെ സമൂഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഞാൻ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും യാതൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത മനുഷ്യർ നിർമ്മിച്ചുണ്ടാക്കിയ ബിംബങ്ങളോടും വിഗ്രഹങ്ങളോടുമല്ല, മറിച്ച് എന്നെ സൃഷ്ടിക്കുകയും എനിക്ക് ജീവിക്കാനാവശ്യമായ ഭക്ഷണവും വെള്ളവും പ്രദാനം ചെയ്യുകയും ഞാൻ രോഗിയായാൽ എന്നെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നതും അവനെയാണ് ഞാൻ അനുസരിച്ച് ജീവിക്കുന്നതും. അവനാണ് എന്നെ സൃഷ്ടിച്ചത്. ഇനി മരിപ്പിക്കുന്നതും മരണാനന്തരം പരലോകത്ത് വെച്ച് എനിക്ക് പുനർജീവൻ നൽകുന്നതും അവൻ തന്നെയാണ്. ഈ ലോകത്ത് ആ സാക്ഷാൽ ദൈവത്തിൽ വിശ്വസിച്ച് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിലൂടെ എൻ്റെ പരലോക ജീവിതം ശോഭനമായിരിക്കും. ഐഹിക ജീവിതത്തിൽ വന്നുപോകാൻ ഇടയുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ദൈവം എനിക്ക് പുറത്തു തരുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിലകൊള്ളുന്നത്. ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന പ്രബോധന ശൈലിയാണ് ഇബ്രാഹിം നബിയുടേത്. സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെയൊക്കെ ആരാധിച്ചിരുന്ന സമൂഹത്തോട് അവരുടെ ബുദ്ധിയെ തട്ടിയുണർത്തുന്ന രീതിയിലുള്ള പ്രബോധന ശൈലിയിലാണ് അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്തിരുന്നത്. അൽ അൻആം എന്ന അധ്യായത്തിൽ 76-78 സൂക്തങ്ങളിൽ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ചില പ്രബോധന ശൈലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. ഒരു രാത്രിയിൽ അദ്ദേഹം ഒരു നക്ഷത്രത്തെ കണ്ടപ്പോൾ തൻ്റെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഇതാണ് എൻ്റെ ദൈവം. അങ്ങനെ അത് അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്തമിച്ചു പോകുന്നവയെ ഞാൻ ഒരിക്കലും ദൈവമാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പിന്നീട് ചന്ദ്രൻ ഉദിച്ചു വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് എൻ്റെ രക്ഷിതാവായ ദൈവം. അത് അസ്തമിച്ചപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, എൻ്റെ നാഥൻ എന്നെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ ഞാൻ വഴിവിളിച്ചു പോയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും. പിന്നീട് സൂര്യൻ ഉദിച്ചു ചേരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് എൻ്റെ ദൈവം, ഇതാണ് ഏറ്റവും വലുതും. അങ്ങനെ അതസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ഇവരെയൊക്കെ ദൈവങ്ങളാക്കി സങ്കല്പിക്കുന്നതിൽ നിന്നും ഞാൻ വിട്ടു നിൽക്കുകയാണ്. ഇവയൊക്കെ സൃഷ്ടിച്ച ആ സാക്ഷാൽ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരിക്കലും ബഹുദൈവാരാധകരിൽപ്പെട്ടവനല്ല തന്നെ. ചുരുക്കി പറഞ്ഞാൽ, ബുദ്ധിയും വിവേകവുമുള്ള ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഇബ്രാഹിം നബി, ആ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ആ സാക്ഷാൽ ദൈവസങ്കല്പം തന്നെയാണ്.